പ്രിയ കൂട്ടുകാരെ, ഇതാണ് മകേഷ് മാഷ് വരച്ച ആദ്യത്തെ പടം. ഒരു നദിയുടെ കടവിൽ ചിത്രശലഭത്തെ പറത്തി വിടുന്ന എൻ്റെ മകൾ. അത് ഞങ്ങൾ ഒരു സീനറി ആയിട്ടാണ് ഉദ്ദേശിച്ച് വന്നപ്പം മോളെ അതിനകത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് സാറ് പറഞ്ഞ് നമ്മളെല്ലാവരും എഗ്രി ചെയ്തു. അങ്ങനെ മോളെ അതിനകത്ത് ചിത്രശലഭം പറത്തി വിടുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ചെയ്തു. എന്താ പറയുന്നത്, സൂപ്പർ, ഫാൻറ്റാസ്റ്റിക്, മാർവലസ്, വാക്കുകളൊന്നും ഇല്ല. ഐ ഹാവ് നോ വേർഡ്സ് ടു ഡിഫൈൻ ഹിസ്, എന്താ പറയുക, പുള്ളി ഒരു വെർസറ്റൈൽ ജീനിയസാണ്. ഇതിൽ നിന്ന് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. കണ്ട മേഘങ്ങൾ, ആ മല, അതിനിടയ്ക്കുള്ള ആ വനത്തിൻ്റെ ആ നിഗൂഢത, ആ ഇരുട്ട്, കണ്ടോ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, അത് മാറും. കണ്ടോ, അതിനകത്തൊരു പുലിയോ കടുവയോ ഒക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹൊറിബിൾ അറ്റ്മോസ്ഫിയർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അങ്ങറ്റത്തൊരു ദ്വീപ് പോലെ, കണ്ടോ, മോള് പിന്നെ പൂമ്പാറ്റകളെ പറത്തുന്നതിൻ്റെ ബിസിയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഈ പിക്ചർ സാറ് ഒരിക്കൽ കണ്ടു. ഇവിടെ വന്നപ്പം എൻ്റെ കൂട്ടുകാർ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ഇത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് വരച്ച് തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ എന്നാൽ നമുക്കൊരു കൈ നോക്കാം സാറേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ സാർ ഏകദേശം 3-3.5 മാസം സാറിൻ്റെ സമയം, വിലപ്പെട്ട സമയം നമുക്കായിട്ട് ചിലവഴിച്ച് ഇത് രണ്ടാമത്തെ പിക്ചർ, മോൻ്റെ വരച്ചത്. ഇത് വേറൊരു ഐഡിയോളജിയാണ്. മീൻസ് ആ വെള്ളത്തിനകത്ത് ആ പെബിൾസ് കിടക്കുന്നതിൻ്റെ നിഴൽ, അതിൻ്റെ ആ കറക്റ്റ് ക്ലിയർ രൂപം. കണ്ടോ, ഇവിടെയും കണ്ടാകുമ്പോൾ ആ സസ്യലതാദികൾക്കിടയിലുള്ള ആ വെയിലിൻ്റെ പ്രസൻസ് കണ്ടോ, അത് ചെടികളിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ. അബ്സല്യൂട്ട്ലി ഫാൻറ്റാസ്റ്റിക്, നോ വേർഡ്സ്. മോനെ കണ്ടോ, മോൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോലും ഇതുവരെ അത്ര ഒത്തിട്ടില്ല. ഇനി അടുത്ത സാറിൻ്റെ മാസ്റ്റർ പീസ്, ഇവിടുത്തെ മാസ്റ്റർ പീസ്. മകളെ വരച്ചപ്പം അവർ തന്നെ പറഞ്ഞു, പിന്നെ അച്ചാച്ചനെ അമ്മയും വരയ്ക്കണമെന്ന്. അപ്പോൾ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു, ഓക്കെ, റെഡി, എപ്പോൾ റെഡി. അതും അച്ചാച്ചൻ്റെ ഫോട്ടോ ഞാൻ അടിപൊളിയായിട്ട് എല്ലാത്തിലും നന്നായിട്ട് വരയ്ക്കാമെന്ന് പറയുന്നത് വരച്ച് വെച്ചേക്കുന്നു. അന്നത്തെ പിക്ചറാണ്. ഇന്ന് താടിയൊക്കെ ആ ഷേപ്പ് തന്നെയാണ്. ആ ഫോട്ടോ വെച്ച് സാറ് വരച്ചതാണ്. കയ്യിലെ ഞരമ്പുകളും മോതിരവും പിന്നെ ബ്രേസ്ലെറ്റും വാച്ചും ഭാര്യയുടെ ഓർണമെൻറ്റ്സും. ഞങ്ങളുടെ പെറ്റാണ് ഗാമക്കുട്ടി, ഈ ഇടയ്ക്ക് വന്ന ആളാണ്. ഈ പൂച്ച നമ്മുടെ കൺസെപ്റ്റിൽ ഇല്ലായിരുന്നു, ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞു, ഒരു സുപ്രഭാതത്തിലൊരു മരക്കുറ്റി വരച്ചു. ഞാൻ സാറ് ഇതെന്താ വരച്ചത്? അതിനകത്തൊരു സൂത്രം ചെയ്യാം, ഒരു പൂച്ചേനെ നമുക്ക് വരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ പുതിയ ടൈപ്പ് പൂച്ചയാണ്. പക്ഷെ അതിലും ഭംഗിയായി, കണ്ടോ. നമ്മളെ നോക്കുകയാണ്, എന്താടാ നീ ക്യാമറ എടുക്കുന്നതെന്ന്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ആൽഫ, ഞങ്ങളുടെ പട്ടി, ഞങ്ങളുടെ പ്രൊട്ടക്ടർ. ആ ഇടവഴിയും ആ കല്ലുപാകിയ വഴിയും ആ ഇടവഴിയുടെ ആ ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞും ഒരു വല്ലാത്ത വൈബ് തന്നെ. ഒരു വനാന്തരത്തിലുള്ള ഒരു വീടിൻ്റെ പഴയ ആൻറ്റിക് ഹൗസ്. ആരുമൊക്കെ എപ്പോഴൊക്കെ വരും, എപ്പോഴൊക്കെ വരില്ല. മുകളിൽ കണ്ടില്ലേ, ഓടിലൊക്കെ പിന്നെ ചെടികളൊക്കെ വളർന്നിരിക്കുന്നതൊക്കെ. എന്നാലും സെറ്റപ്പാണ്, ഒരു യൂറോപ്യൻ ഇതാണ്.